ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഗ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തി പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു. ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബഅ രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങിയ സത്യവിശ്വാസിയാകണമെന്നും ദൈവീക നാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജെറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജെറൂസലമിലെത്തിച്ചിരുന്നു. ജെറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു. അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാം ഖിബലയാക്കുന്നതിന് മുൻപ് ഫലസ്തീനിലെ ജെറൂസലമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം അഥവാ മിഅ്റാജ് സംഭവിച്ചത്. അതേ സ്ഥാനത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ചതും പിന്നീട് ഉമവി ഖലീഫ അബ്ദുൽ മലിക് പുതുക്കി പണിതതുമായ സൗധമാണ് ഈ ഖുബ്ബത്തുസ് സഖ്റ അഥവാ ഡോം ഓഫ് ദി റോക്ക്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നീനവ അഥവാ മൂസുൽ. ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ് നബി. അദ്ദേഹത്തിന്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു. അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു. അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസ് നബിയുടെ പേരായിരുന്നു. കടലിൽ എറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു. രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി. 100,000-ൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി. ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ധിക്കാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ച് മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം 10 സൂക്തം 98 അള്ളാഹു പറയുന്നുണ്ട്.
മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്.